Hi friends, ഞാൻ രതീഷ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് പ്രൊഫഷണൽസ് ആൻഡ് ബിസിനസ് പ്രൊമോട്ടേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. ഞാൻ വായിച്ച പുസ്തകം എന്ന പരിപാടിയിലൂടെ ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്രിറ്റ് എന്ന പുസ്തകത്തെയാണ്. GRIT ഗ്രിറ്റ്. പുസ്തകത്തിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് പുസ്തകം വായിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആൻഡ് ബിസിനസ് പ്രൊമോട്ടേഴ്സിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അവിടെ നിരന്തരം ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് സിസ്റ്റം ബിൽഡിങ്ങിന്റെ ഭാഗമായി ബിസിനസ് സ്ട്രാറ്റജീസും പോളിസീസും പ്ലാൻസും ഒക്കെ നൽകാറുണ്ട്. ഈ നൽകുന്നവ പലർക്കും ചുരുങ്ങിയ ചെറിയ കാലയളവിലേക്ക് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടെങ്കിലും ദീർഘകാലത്തേക്ക് നോക്കുന്നതാണെങ്കിൽ പലരും പരാജയപ്പെടാറാണ് പതിവ്. ഗ്രിറ്റ് എന്ന ഈ പുസ്തകം കമ്മിറ്റ്മെന്റിനെ പറ്റിയിട്ടും ലോങ് ടേം സക്സസിനെ പറ്റിയിട്ടും ഉള്ളതാണ്. ഗ്രിഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ഓതറിനെ പരിചയപ്പെടുത്താം. ആഞ്ചല ഡക്വർത്ത് ഒരു പ്രൊഫസറും സൈക്കോളജിസ്റ്റും ഒക്കെയാണ്. ബ്രോട്ടപ്പ് ഇൻ US. അവരുടെ ഗവേഷണ അനുഭവങ്ങളെ പറ്റിയിട്ടാണ് ഈ പുസ്തകത്തിലൂടെ അവർ പറയുന്നത്. പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ആഞ്ചല ഡക്വർത്ത് നമ്മുടെ US ഒരു മിലിറ്ററി അക്കാഡമിയിൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ പറ്റിയിട്ട് പറയുന്നു. ഈ മിലിറ്ററി അക്കാഡമിയിൽ പ്രവേശനം ലഭിക്കാൻ വളരെ പ്രയാസകരമാണ്. പക്ഷെ പ്രവേശനം ലഭിച്ചവരിൽ പലരും ചുരുങ്ങിയ കാലയളവുകൾ കൊണ്ട് തന്നെ ഡ്രോപ്പ് ഔട്ടായി പോകുന്നു. ഇതിനെ പറ്റിയിട്ടൊരു അന്വേഷണമാണ് നമ്മുടെ ഓതറിനെ ഗ്രിറ്റിലേക്ക് നയിച്ചത്. ഇനി എന്താണ് ഗ്രിറ്റ്? ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ ദീർഘകാലം പരിശ്രമിക്കാനുള്ള ശേഷിയാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓതർ ഇവിടെ ടാലന്റിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ടാലന്റ് മാത്രം കൊണ്ട് വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നും ഓതർ പറയുന്നു. മാത്രവുമല്ല, ഒരു ഫോർമുല കൂടി വിജയത്തിലേക്ക് എത്താൻ മുന്നോട്ട് വയ്ക്കുന്നു. Talent when combined with effort equals skill, and skill combined with effort equals achievement or success. സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എഫോർട്ടിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നു. ഇനി ഒരാളുടെ ഗ്രിറ്റിനെ എങ്ങനെ അളക്കാം? ഒരു ലക്ഷ്യം മാത്രം ഉള്ളിൽ കണ്ടുകൊണ്ട് മുന്നിലേക്ക് ദീർഘകാലം സഞ്ചരിക്കുന്ന ആള് ഗ്രിറ്റി പീപ്പിൾ ആയിരിക്കും. വഴിയിൽ പരാജയങ്ങൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് മുന്നിലേക്ക് പോകുന്നവരും ഗ്രിറ്റി പീപ്പിൾ ആയിരിക്കും. ഈ രണ്ട് കൂട്ടർക്കും വിജയം സുനിശ്ചിതമാണെന്നും നമ്മുടെ ഓതർ പറയുന്നു. 4 കാര്യങ്ങളെ ആധാരമാക്കിയാണ് ഗ്രിറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ 4 കാര്യങ്ങളെ 4 പില്ലേഴ്സ് എന്നും 4 തൂണുകളായിട്ടും പറയുന്നു. അതിൽ ആദ്യത്തേത് ഇൻട്രസ്റ്റ് ആണ്, രണ്ടാമത്തേത് പ്രാക്ടീസ് ആണ്, മൂന്നാമത്തേത് പർപ്പസ് ആണ്, നാലാമത്തേത് ഹോപ്പാണ്. ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഓതർ പറയുന്നത്, അവരുടെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് പാഷൻ ആൻഡ് പാഷൻ ഈസ് ദി എൻജിൻ ഓഫ് ഗ്രിറ്റ് എന്നും പറയുന്നു. ഗ്രിറ്റിലെ എൻജിനാണ് പാഷൻ എന്നാണ് പറയുന്നത്. ഇനി പ്രാക്ടീസിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ, പാഷൻ ഈസ് ദി എൻജിൻ ഓഫ് ഗ്രിറ്റ്. അപ്പം തുടങ്ങാൻ സഹായിക്കുന്നത് പാഷൻ ആണെങ്കിൽ മുന്നിലേക്ക് നയിക്കുന്നത് പ്രാക്ടീസാണ്. 2 ടൈപ്പ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. ഒന്ന് റെഗുലർ പ്രാക്ടീസ് ആൻഡ് ഡെലിബറേറ്റ് പ്രാക്ടീസ്. തീവ്രമായ പരിശീലനത്തെ ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നു. ഈ കൂട്ടർ എപ്പോഴും അവരുടെ കഴിവുകളിൽ മുന്നേറുന്നവരായിരിക്കില്ല. അവരുടെ കുറവുകളെ കണ്ട് അതിനെ പരിഹരിച്ച് മുന്നേറുന്നവരായിരിക്കും. ഇവർ എപ്പോഴും ഒരു അൺകംഫർട്ടബിൾ സോണിൽ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. 2 കാര്യങ്ങളാണ് അവരെ പറ്റി പറയുന്നത്. ദെൻ നമുക്ക് പോകേണ്ടത് പർപ്പസിലേക്കാണ്. നമുക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് പർപ്പസിൽ കണക്കാക്കുന്നത്. ഗ്രിറ്റില് വളരെ പ്രാധാന്യമാണ് പർപ്പസിന് കൊടുത്തിരിക്കുന്നത്. ദെൻ കംസ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാം പ്രത്യാശയാണെന്നറിയാം. പക്ഷെ ഇവിടെ ഹോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിനെയാണ്. ഇനി നമ്മളിൽ ഗ്രിറ്റിനെ എങ്ങനെ വളർത്തിയെടുക്കാം? സ്ട്രക്ചേർഡ് ആയതും കഠിനമായതും പിന്നെ ദീർഘകാലത്തേക്കുള്ളതുമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത് വഴി ഗ്രിറ്റിനെ നമുക്ക് വളർത്തിയെടുക്കാം. ഉദാഹരണത്തിന് സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, ആർട്സിൽ പങ്കെടുക്കുക, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലീഡർഷിപ്പ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നതൊക്കെ വഴി നമുക്ക് ഗ്രിറ്റിനെ വളർത്തിയെടുക്കാം. കുട്ടികളിൽ ഗ്രിറ്റിനെ വളർത്തിയെടുക്കാനാണെങ്കിൽ കുട്ടികളെ ചിട്ടയായിട്ടുള്ളതും നമ്മുടെ വെല്ലുവിളികൾ നിറഞ്ഞതും ദൈർഘ്യമേറിയതുമായിട്ടുള്ള ആക്ടിവിറ്റീസ് പങ്കാളികളാക്കുകയാണ് വേണ്ടത്. ഗ്രിറ്റ് ഒരിക്കലും ഒരു കംഫർട്ട് സോണിൽ വളർന്നു വരില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ പ്രതിബദ്ധതയുള്ളവരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമായി വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇതെങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ സമാന ചിന്താഗതികളുള്ളവരുമായി കൂടെ കൂടുകയാണ് വേണ്ടത്. അവിടെ സ്ഥിരോത്സാഹം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും
നമ്മൾ വിഡ്രോവൽസ്, അതായത് ടാസ്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒളിച്ചോടുന്ന ഒരു രീതി അവിടെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും മറ്റുള്ളവർ. അപ്പോൾ അതുവഴി നമുക്ക് ഗ്രിഡിനെ വളർത്തിയെടുക്കാൻ കഴിയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളിൽ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ശീലങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ബാക്ക് ഫയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുമെന്നും പറയുന്നു. വിപരീത ഫലം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നും പറയുന്നു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഡക്വർത്ത് ബുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രിഡ് എന്ന പുസ്തകം എല്ലാവരും വായിക്കുക. ഗ്രിഡ്, ദി വൈ പാഷൻ ആൻഡ് റിസൈലൻസ് ആർ ദി സീക്രട്ട് ടു സക്സസ് എന്നാണ് ബുക്കിൻ്റെ ഫുൾ നെയിം. കഴിയുന്നവർ വായിക്കുക. വളരെ വിശാലമായ ഒരു ഏരിയ ആഴത്തിൽ ഓഥർ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും അത് വായിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.